ഹായ് ഫ്രണ്ട്സ്, ഈശംശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ നടത്തറ തിരുഹൃദയ ദേവാലയത്തിലാണ്. ഇന്നലെ ഇവിടെ നടന്ന പെരുന്നാളിൽ ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചു. വിശ്വാസവും ഭക്തിയും ഒത്തുചേർന്ന മനോഹരമായ നിമിഷങ്ങൾ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഹൈവേയുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഈ ദേവാലയത്തിലേക്ക് നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള വിശ്വാസികളാണ് ഒത്തുചേരുന്നത് ഈ ദിവസം. ഇത് നമ്മുടെ ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സന്ദേശമാണ് പകരുന്നത്. ഞാനിവിടെ എത്തിച്ചേരുമ്പോൾ പ്രദക്ഷിണം പള്ളിയിലെത്താറായിട്ടുണ്ടായിരുന്നു. പെരുന്നാളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ പ്രദക്ഷിണമാണ്. വിശുദ്ധരുടെ രൂപങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ഈ പ്രദക്ഷിണം ഭക്തിയുടെയും സമർപ്പണത്തിൻ്റെയും ഒക്കെ കാഴ്ചയായിരുന്നു. ഈ പ്രദക്ഷിണത്തിലൂടെ ആൾക്കാർ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് വെറുമൊരു ആഘോഷമായിട്ടല്ല, മറിച്ച് ദൈവത്തോടുള്ള നമ്മുടെ നന്ദി പ്രകടനമാണെന്ന് എനിക്ക് ചില നേരത്ത് തോന്നിപ്പോകുന്നു. തിരുഹൃദയനാഥൻ്റെ സ്നേഹം കരുണയും ഒക്കെ ഈ അനുഭവിക്കാൻ നമുക്ക് ഇതിലൂടെ സാധിക്കും. ഇപ്പോൾ ഈ പള്ളിമുറ്റത്തേക്ക് നോക്കിയാൽ വിശ്വാസികളുടെ ഒരു മഹാസാഗരം തന്നെയാണ് ഇവിടെ ഒഴുകിയെത്തിയിരിക്കുന്നത്. പ്രദക്ഷിണം പള്ളിമുറ്റത്തേക്ക് പ്രവേശിക്കുന്ന ഈ നിമിഷം വാക്കുകൾക്ക് അതീതമാണ്. ആയിരക്കണക്കിന് ആളുകളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. തിരുഹൃദയനാഥൻ്റെ സാന്നിധ്യം ഇവിടെ ഓരോരുത്തർക്കും അനുഭവിക്കാൻ സാധിക്കുന്നു. ജാതി മതഭേദമന്യേ എല്ലാവരും ഒത്തുചേർന്ന ഈ കാഴ്ച ക്രിസ്തീയ മൂല്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും വലിയൊരു ഉദാഹരണമാണ്. ശരിക്കും ഈ അന്തരീക്ഷം നേരിട്ട് അനുഭവിക്കണം. നമ്മുടെ കഷ്ടപ്പാടുകളും പ്രാർത്ഥനകളും ഒക്കെ ഈശോയുടെ തിരുഹൃദയത്തിന് മുന്നിൽ സമർപ്പിക്കാൻ ഇത്രയും ജനങ്ങൾ ഒത്തുകൂടിയിരിക്കുന്നത് കാണുമ്പോൾ മനസ്സിന് വലിയൊരു സന്തോഷം തോന്നും. ശരിക്കും ഭക്തിനിർഭരമായൊരു നിമിഷം തന്നെയാണിത്. തിളങ്ങുന്ന ഈ ദീപാലങ്കാരങ്ങൾക്കിടയിലൂടെ തിരുസ്വരൂപങ്ങൾ നീങ്ങുമ്പോൾ പള്ളിമുറ്റം മുഴുവൻ ഒരു പ്രത്യേക ചൈതന്യം പടരുന്നത് പോലെ തോന്നും. ശരിക്കും കണ്ണും മനസ്സും നിറയുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈശോയുടെ തിരുഹൃദയവും പരിശുദ്ധ അമ്മയും വിശുദ്ധരെല്ലാം നമുക്ക് കാവലായി ഉണ്ടെന്ന് ഓർമ്മപ്പെടുത്തലാണ് ഓരോ പെരുന്നാൾ പ്രദക്ഷിണവും. ഈ തിരുസ്വരൂപങ്ങൾ കാണുമ്പോൾ നമ്മുടെ സങ്കടങ്ങളും ആവലാതികളും കേൾക്കാൻ ഈ വിശുദ്ധർ നമുക്ക് കൂട്ടായിട്ടുണ്ടെന്നുള്ള വലിയൊരു വിശ്വാസമാണ് നമുക്ക് തോന്നുന്നത്. ഇവിടുത്തെ ഈ ലൈറ്റിംഗ് ഒന്ന് നോക്കിയേ, ശരിക്കും ഒരു വൈബ് തന്നെയാണ്. പള്ളിമുറ്റം മുഴുവൻ ദീപങ്ങളാൽ ഇങ്ങനെ കുളിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു പ്രത്യേക പോസിറ്റീവ് എനർജി വരും. ഈ വെളിച്ചം വെറും ഒരു അലങ്കാരമല്ല കേട്ടോ, നമ്മുടെ ജീവിതത്തിലെ ഇരുട്ടകറ്റുന്ന ദൈവത്തിൻ്റെ പ്രകാശമാണെന്ന് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കിയാലോ. എത്ര മീനിങ് ഫുൾ ആവണല്ലേ അത്. നമ്മൾ 30കളിലോ 50കളിലോ ഒക്കെ നിൽക്കുന്നവർക്ക് പലപ്പോഴും ലൈഫിൽ ഒരുപാട് സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള കാഴ്ചകളും ഈ പ്രാർത്ഥനാ മന്ത്രങ്ങളും ഈ കൊട്ടും പാട്ടും ഒക്കെ കേൾക്കുമ്പോൾ കിട്ടുന്നൊരു സമാധാനം അത് വേറെ തന്നെയാണ്. ഇങ്ങനെയുള്ള ഒരു അറ്റ്മോസ്ഫിയർ ശരിക്കും മിസ് ചെയ്യരുത്. ദൂരെയുള്ള സുഹൃത്തുക്കൾക്കും നാട്ടിൽ വരാൻ പറ്റാത്തവർക്കും വേണ്ടിയാണ് ഞാൻ ഈ ദൃശ്യങ്ങൾ പകർത്തിയത്. നിങ്ങൾക്കിത് കാണുമ്പോൾ എന്താണ് തോന്നുന്നതെന്ന് തീർച്ചയായും കമൻറ്റ് ചെയ്യണം. ഫ്രണ്ട്സ്, ഇന്നത്തെ പെരുന്നാളിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി കെ രാജൻ സാർ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പള്ളിയിലെ ഈ വിശേഷങ്ങളിലും ആഘോഷങ്ങളിലും അദ്ദേഹം സജീവമായി പങ്കുചേരുന്നത് കണ്ടപ്പോൾ വലിയ സന്തോഷം തോന്നി. പെരുന്നാളെന്ന് പറഞ്ഞാൽ തന്നെ ആ ചൈതന്യം നമ്മളിലേക്ക് കയറുന്നത് ഈ താളങ്ങളിലൂടെയാണല്ലോ. പള്ളിമുറ്റത്ത് ഒരു വശത്ത് ആവേശം വിതറിക്കൊണ്ട് ബാൻഡ് സെറ്റ്, അതിൻ്റെ കൂടെ തന്നെ പള്ളിയുടെ മുൻവശത്തായി ഒരുക്കിയിരിക്കുന്ന സ്റ്റേജിൽ പഞ്ചവാദ്യം. ഇത് വേറെ ലെവൽ ഫീലാണ് കേട്ടോ. ഇലത്താളവും മദളവും കൊമ്പും ഒക്കെ ചേർന്ന് ഈ അന്തരീക്ഷം ശരിക്കും ഭക്തിസാന്ദ്രമാവുകയാണ്. നമ്മുടെ തൃശ്ശൂരിലെ പെരുന്നാളുകളുടെ ഒരു പ്രത്യേകത തന്നെ ഇതാണ്. ക്രിസ്തീയ ഭക്തിയും നമ്മുടെ നാടൻ കലാരൂപങ്ങളും തമ്മിലുള്ള ഒരു മനോഹരമായ ബ്ലെൻഡാണത്. ഈ വാദ്യമേളങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ പ്രാർത്ഥനകൾക്കും ഒരു പുതിയ താളം കിട്ടുന്നത് പോലെ തോന്നും. അതിനുശേഷം മനോഹരമായ വെടിക്കെട്ട് ആരംഭിച്ചു. ആദ്യത്തെ വെടിക്കെട്ട് പൊട്ടിയപ്പോൾ അതിൽ നിന്നും ഊർന്നു വന്നതാണ് ഈ കൊട. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് മനോഹരമായ വെടിക്കെട്ട്.
പിന്നെ മനോഹരമായ സാക്സോഫോണിൻ്റെയും വയലിൻ്റെയും ചെണ്ടയുടെയും വളരെ മനോഹരമായിരുന്നു പ്രത്യേകം. പുറത്തെ ആ ബഹളങ്ങളും വാദ്യമേളങ്ങളും ആഘോഷങ്ങളും എല്ലാം കഴിഞ്ഞ് പള്ളിക്കുള്ളിലേക്ക് കയറിയപ്പോൾ ഒരു ശാന്തത. അത് വാക്കുകൾക്കപ്പുറമാണ്. പുറത്ത് നമ്മൾ ആഘോഷം കണ്ടു, എന്നാൽ ഇവിടെ നമ്മൾ ദൈവത്തെ കാണുകയാണ്. ആയിരക്കണക്കിന് മെഴുകുതിരികളുടെ വെളിച്ചത്തിൽ പ്രാർത്ഥനാ നിർഭരമായ ഈ അന്തരീക്ഷം മനസ്സിന് വലിയൊരു ആശ്വാസം നൽകുന്നു. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് ഇങ്ങനെയൊരു